ലാ ലീഗയിൽ റയൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തി. അത്ലറ്റിക്കോ ബിൽബാവോയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് റയൽ മാഡ്രിഡ്. ഇരട്ട ഗോളുകളും അസിസ്റ്റുമായി എംബാപ്പെ കളത്തിലിറങ്ങിയപ്പോൾ റയൽ വിജയിച്ചു കയറി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയക്കുതിപ്പ് തുടർന്ന് ആഴ്സണൽ ബ്രെൻറ്റ്ഫോർഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ക്രിസ്റ്റൽ പാലസിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് തകർത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തി. പ്രീമിയർ ലീഗിൽ ഗോൾമഴ കണ്ട മത്സരത്തിൽ ഫുൾഹാമിനെ 4-നെതിരെ 5 ഗോളുകൾക്ക് തോൽപ്പിച്ച് മാഞ്ചസ്റ്റർ സിറ്റിക്കായി ഫിൽ ഫോർഡൻ ഇരട്ട ഗോളുകൾ നേടി. ഫുൾഹാമിനെതിരെ ഗോൾ നേടിക്കൊണ്ട് ചരിത്രത്തിലേക്ക് നടന്നുകയറി എർലിംഗ് ഹാലൻഡ്. ഫുൾഹാമിനെതിരെ ഗോൾ നേടിയതിലൂടെ പ്രീമിയർ ലീഗിൽ അതിവേഗം 100 ഗോളുകൾ നേടുന്ന താരമായി മാറി എർലിംഗ് ഹാലൻഡ്. 111 മത്സരങ്ങളിൽ നിന്നാണ് താരത്തിൻ്റെ ഈ നേട്ടം. ലിവർപൂളിന് വീണ്ടും സമനിലക്കുരുക്ക്. സണ്ടർലാൻഡ് ലിവർപൂളിനെ 1-1 സമനിലയിൽ തളച്ചു. ചെൽസിക്ക് തോൽവി. 1-നെതിരെ 3 ഗോളുകൾക്ക് ചെൽസിയെ ലീഡ്സ് യുണൈറ്റഡ് തോൽപ്പിച്ചു. മറ്റൊരു ആവേശ പോരാട്ടത്തിൽ ബ്രൈറ്റനെ 3-നെതിരെ 4 ഗോളുകൾക്ക് തോൽപ്പിച്ച് ആസ്റ്റൺ വില്ല വിജയിച്ചു കയറി. സീരിയയിൽ വമ്പന്മാർക്ക് ജയം. വെനീസിയയെ ഗോൾമഴയിൽ മുക്കി ഇന്റർ മിലാൻ. 1-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു ഇന്റർ മിലാന്റെ വിജയം. മറ്റൊരു മത്സരത്തിൽ ഉദീനസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് യുവന്റസ്. ബുണ്ടസ്ലീഗയിൽ വമ്പന്മാരായ ബയേൺ മ്യൂണിക്കിന് വിജയം. 2-നെതിരെ 3 ഗോളുകൾക്ക് യൂണിയൻ ബെർലിനെ തോൽപ്പിച്ച് ബയേൺ. അപ്പോൾ ഇതുപോലത്തെ എല്ലാത്തരം സ്പോർട്സ് വാർത്തകൾക്കുമായി നമ്മളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.